ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത് കുമാർ ഇന്നലെ അറസ്റ്റിലായി. സൈബർ പോലീസാണ് അജിത്തിനെ അറസ്റ്റ് ചെയ്തത്. വനിതാ ശിശു വികസന വകുപ്പ് സ്ത്രീകൾക്കായി നടത്തിയ പരിപാടിയെ സോഷ്യൽ മീഡിയയിലൂടെ അജിത് കുമാർ ആക്ഷേപിച്ചു. പരിപാടിയിൽ പങ്കെടുക്കുന്ന സ്ത്രീകൾക്കെതിരെ AI വീഡിയോയിലൂടെ ലൈംഗിക ചുവയുള്ള പരാമർശം നടത്തി എന്നതായിരുന്നു ഇയാൾക്കെതിരായ പരാതി. സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി വനിതാ ശിശു വികസന വകുപ്പ് റിസർച്ച് സേഫ് വുമൺ സേഫ് കേരള വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ വനിതകളുടെ ഒത്തുചേരൽ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് അധിക്ഷേപവുമായി മെൻസ് അസോസിയേഷൻ രംഗത്ത് വരുന്നത്. സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 14-ാം തീയതി രാത്രി 9:30 മുതലാണ് പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. തിരുവനന്തപുരം MG റോഡിൽ യൂണിവേഴ്സിറ്റി ജംഗ്ഷൻ മുതൽ ആയുർവേദ കോളേജ് ജംഗ്ഷൻ വരെയാണ് പരിപാടി നടന്നത്. സമ്മേളനം മുഖ്യമന്ത്രി VD സതീശനാണ് ഉദ്ഘാടനം ചെയ്തത്. സ്ത്രീകൾക്ക് രാത്രിയിൽ ഒറ്റക്ക് നടക്കുന്നതിനെക്കുറിച്ചും സുരക്ഷിതമായി പൊതുയിടങ്ങൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും സമൂഹത്തിൽ കൂടുതൽ ചർച്ച ആവശ്യമാണെന്ന പശ്ചാത്തലത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. എന്നാൽ സ്ത്രീകളുടെ സ്വാതന്ത്ര്യവും സുരക്ഷയും സംബന്ധിച്ച വിഷയത്തെ അപമാനിക്കുന്നതും സ്ത്രീത്വത്തെ അവഹേളിക്കുന്നതുമായ രീതിയിലുള്ള പരാമർശങ്ങളാണ് അജിത് കുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. സ്ത്രീകൾക്ക് അടങ്ങാത്ത കാമഭ്രാന്താണെന്നും രാത്രികാലങ്ങളിൽ ഇറങ്ങി നടക്കുന്ന സ്ത്രീകൾ മോശം സ്വഭാവക്കാരാണെന്നും അജിത് കുമാർ പറഞ്ഞിരുന്നു. സ്ത്രീകളുടെ അവകാശങ്ങളും സുരക്ഷയും സംബന്ധിച്ച വിഷയങ്ങളിൽ അജിത് കുമാറിന്റെ സംഘടന മുമ്പും വിവാദമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ ജൂൺ മാസത്തിൽ കേരള സർക്കാർ നടപ്പിലാക്കിയ സ്ത്രീകൾക്ക് സൗജന്യ KSRTC യാത്രാ പദ്ധതിയായ പ്രിയദർശിനിക്കെതിരെയും ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രതിഷേധം പ്രഖ്യാപിച്ചിരുന്നു. സ്ത്രീകൾക്ക് മാത്രമായി ഇങ്ങനെ ആനുകൂല്യം നൽകുന്നത് വിവേചനമാണെന്നായിരുന്നു സംഘടനയുടെ വാദം. കുറച്ചുകാലമായി പുരുഷന്മാർ പീഡന കേസുകളിലോ സമാനമായിട്ടുള്ള ഏതെങ്കിലും കേസുകളിലോ പ്രതികളായാൽ അവർക്ക് വേണ്ടി വാദിക്കാൻ വരുന്നവരുടെ കൂട്ടത്തിൽ വട്ടിയൂർക്കാവ് അജിത് കുമാർ എന്ന വ്യക്തിയും ഉണ്ടായിരുന്നു. രാഹുൽ ഈശ്വർ അടക്കമുള്ളവരെ സംഘടിപ്പിച്ച് ബോബി ചെമ്മണ്ണൂരിന് പിന്തുണയുമായി രംഗത്തെത്തിയ ആളുമാണ് അജിത് കുമാർ. ബോച്ചെ ജയിൽവാസം കഴിഞ്ഞ് വന്നപ്പോൾ ആഘോഷമാക്കിയതും ഗ്രീഷ്മ കേസിൽ വിധി പ്രഖ്യാപിച്ച ജഡ്ജിന്റെ ഫ്ലെക്സിൽ പാലഭിഷേകം നടത്താൻ തുനിഞ്ഞതുമെല്ലാം വാർത്തകളിൽ നിറഞ്ഞിരുന്നു. KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയ സവാദിനെ മാലയിട്ട് സ്വീകരിക്കാനും അജിത് കുമാറും സംഘവും എത്തിയിരുന്നു. അതേപോലെ അലൻസിയർക്കെതിരെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി പ്രതികരിച്ചപ്പോൾ അലൻസിയറെ പിന്തുണച്ചുകൊണ്ടും അജിത് കുമാർ രംഗത്ത് വന്നിരുന്നു. മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലെ ഏറ്റവും പ്രശസ്തമായ ഡയലോഗിന് പലയിടങ്ങളിൽ നിന്നും ഭാഗ്യലക്ഷ്മിക്ക് അഭിനന്ദനം കിട്ടി. എന്നാൽ അത് ചെയ്തത് അവരല്ലല്ലോ, അത് തന്റെ ശബ്ദമല്ലെന്ന് തുറന്നു പറഞ്ഞ് അവാർഡ് തിരിച്ചു കൊടുക്കാൻ ആദ്യം ഭാഗ്യലക്ഷ്മി തയ്യാറാകണമെന്നാണ് വട്ടിയൂർക്കാവ് അജിത് കുമാർ പറഞ്ഞത്. പുരുഷന്മാർക്ക് വേണ്ടി എന്നതിലുപരിയായി സ്ത്രീകൾക്കെതിരെയാണ് പലപ്പോഴും അജിത് കുമാറിന്റെ ശബ്ദം ഉയരുന്നത്.